ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കൊരു ക്വിക്ക് റീഡിംഗ് നോക്കിയാലോ? ഓക്കെ, ഞാനിവിടെ 2 പൈൽസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 പൈലിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനോട് ചോദിച്ചതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ആഗ്രഹമുള്ള, നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം ഈ 2 പൈലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പൈൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ആ ഒരു കാര്യത്തിന് മേൽ ഏഞ്ചൽസിന് നിങ്ങളോട് എന്താണ് പറയാനുള്ളതൊക്കെ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഡീപ്പായിട്ടൊന്ന് ബ്രീത്ത് ഔട്ട് ആൻഡ് ബ്രീത്ത് ഇൻ എടുക്കുക. അതിനുശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം എന്ന് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം മനസ്സിലേക്ക് ഒരു 3 പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിനോട് തന്നെ ചോദിക്കുക. അതിനുശേഷം ഇവിടെ ഇരിക്കുന്ന 2 പൈലിൽ ഏതെങ്കിലും ഒരു പൈൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പൈല്, ഇത് രണ്ടാമത്തെ പൈല്. നമുക്ക് ആദ്യമേ തന്നെ ഒന്നാമത്തെ പൈലിന്റെ ആൻസറുകൾ നോക്കാം. ഒന്നാമത്തെ പൈല് സെലക്ട് ചെയ്തവർക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്ന മെസ്സേജ് കോംപ്രമൈസ് എന്നാണ്. നിങ്ങൾ എന്ത് കാര്യത്തെക്കുറിച്ചിട്ടാണോ മനസ്സിൽ വിചാരിച്ചത് ആ ഒരു കാര്യത്തിന് മേൽ നിങ്ങളും കൂടെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. ഓക്കെ, അങ്ങനെ ഒരു കോംപ്രമൈസിന് നിങ്ങളും കൂടെ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നൊരു മെസ്സേജ് ഇവിടെ വന്നിരിക്കുന്നത്. നോ എന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ തന്നെ ഭയങ്കരമായിട്ട് ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്കത് നഷ്ടമായി പോകും, നിങ്ങളിലേക്ക് അത് ലഭിക്കുകയില്ല. അപ്പൊ നമ്മൾ കുറച്ച് കോംപ്രമൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിലേക്ക് അത് വരികയുള്ളൂ. നിലപാടൊന്ന് മാറ്റി ചിന്തിക്കുക എന്നും കൂടെ ഒരു മെസ്സേജ് ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിന് മേൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കും. ഓക്കെ, നിങ്ങൾ എന്ത് കാര്യമാണോ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിന് മേൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. പെർഫെക്റ്റ് ടൈമിംഗ്, ഇതൊരു കറക്റ്റ് ടൈമാണ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അത് നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു പെർഫെക്റ്റ് ടൈമാണിത്. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്യാൻ കൂടെ തയ്യാറാകണം. നിങ്ങൾ അതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ലഭിക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ, നന്നായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമായ രീതിയിൽ, അല്ലാതെ full ആയിട്ട് പോയി കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതല്ല. അതിനാവശ്യമായ രീതിയിൽ നിങ്ങളെ കൊണ്ട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോംപ്രമൈസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. ഓക്കെ, കോംപ്രമൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നടക്കാനുള്ള ഒരു പെർഫെക്റ്റ് ടൈം ആണ് എന്നാണ് വന്നിരിക്കുന്നത്. ഒരു മെസ്സേജ് കൂടെ നമുക്ക് നോക്കാം. റീകൺസിഡർ എന്നാ വന്നിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു കാര്യത്തിന് മേൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് പുനഃപരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടായിരിക്കാം. നിങ്ങൾ എന്ത് കാര്യമാണ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ആ ഒരു കാര്യത്തെ നിങ്ങൾ ഒന്നുകൂടെ റീകൺസിഡർ ചെയ്യുക എന്നൊരു കാർഡ് കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്തവർക്ക് വന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഇതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പൈല്. രണ്ടാമത്തെ പൈല് സെലക്ട് ചെയ്തവർക്ക് വന്നിരിക്കുന്ന മെസ്സേജസ്, ഏഞ്ചൽസ് തരാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെങ്കിലും അത് മനസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക.
നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നുള്ള ഒരു മെസ്സേജ് ആണ്. നിങ്ങൾ എന്ത് കാര്യമാണോ മനസ്സിൽ ആഗ്രഹിച്ചത്, വേണം നടക്കണമെന്ന് ആഗ്രഹിച്ചത്, ആ ഒരു കാര്യത്തിന് മേൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ കാര്യം എന്ത് തന്നെയാണെങ്കിലും അത് ആരുടെ അടുത്താണോ നിങ്ങൾക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ചെയ്യാനുള്ളത്, ആ ഒരു കാര്യത്തിന് മേൽ നിങ്ങൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ആ ഒരു കാര്യത്തിന് ഒരു വ്യക്തത വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും എന്നാണ് നമുക്ക് കാണുന്നത്. അബണ്ടൻസ് എന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ സന്തോഷവും സമൃദ്ധിയും കൈവരുന്നതാണ് എന്നാണ് ഏഞ്ചൽസ് പറയാൻ ആഗ്രഹിക്കുന്നത്. ചില സമയത്ത് നമ്മളുടെ കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നങ്ങൾ കൊണ്ടിട്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ആരുടെ അടുത്താണോ ചെയ്യേണ്ടത് അവരോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു മെസ്സേജ് ഗെറ്റ് മോർ ഇൻഫർമേഷൻസ് എന്നാണ്. നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭിക്കും എന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് മേൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇൻഫർമേഷൻസ് ലഭിക്കുമെന്ന കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കും പെർഫെക്റ്റ് ടൈമിംഗ് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ടൈം ആണിത്. നിങ്ങളിലേക്ക് വരാനുള്ള ഒരു പെർഫെക്റ്റ് ടൈം തന്നെയാണിതെന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് സക്സസ് എന്നാണ്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം, നിങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സക്സസ് ഉണ്ടാകും. അതിനുള്ള കറക്റ്റ് ടൈം ആണിത്. നിങ്ങൾ നന്നായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സമൃദ്ധി കൈവരുന്നതാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കും എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു കാര്യത്തിന്മേൽ ബുക്ക് ഓഫ് ആൻസേഴ്സിന് കൂടെ എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ട് ആൾക്കാരെ സെലക്ട് ചെയ്ത് രണ്ട് പൈലുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരോട് ബുക്ക് ഓഫ് ആൻസേഴ്സിന് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊന്ന് നന്നായിട്ട് ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. അതിനുശേഷം ഒരു 10 സെക്കൻഡ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങളുടെ മനസ്സിനോട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ നമുക്കിവിടെ നോക്കാം. ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവർക്ക് ഉള്ള ആൻസർ എന്താണ്? ഓക്കെ, the circumstances will change very quickly എന്നാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന് മേൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, ആ ഒരു സാഹചര്യങ്ങളും തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാറി കിട്ടുന്നതാണ്. എത്രയും വേഗം തന്നെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് മാറി കിട്ടുന്നതാണ് എന്നാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവർക്കുള്ള ആൻസർ എന്താണെന്ന് കൂടെ നോക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ മനസ്സിലേക്ക് 3 പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് പറയുക. ഡീപ്പായിട്ടൊന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് സർട്ടൈൻ എന്നാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്താണെങ്കിലും അത് ഉറപ്പാണ്. ഓക്കെ, നിങ്ങൾക്ക് അത് ലഭിക്കുമെന്ന് ഉറപ്പാണ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ ഇതൊരു ക്വിക്ക് റീഡിംഗ് ആയിരുന്നു. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.